എൻ്റെ പേര് ഫാദർ ജോസ് കുളുത്തുവള്ളി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയയുടെ ഡയറക്ടറായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ മൂലം ഒരുപാട് കുടുംബങ്ങൾക്ക് ഭവനം നഷ്ടപ്പെട്ടപ്പോൾ അതിരൂപതയുടെ നേതൃത്വത്തിൽ സഹൃദയമായി സഹകരിച്ച് അവിടെ ഭവനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ച് നൽകുവാനായിട്ട് അതിരൂപതയുടെ എല്ലാ ഇടവകളും ചേർന്ന് പരിശ്രമിക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി സമാഹരിച്ച തുക കൊണ്ട് ആദ്യഘട്ടമെന്ന പോലെ അവർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നീട് ഭവന നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മുണ്ടക്കൈയുടെ പ്രദേശങ്ങളിൽ വീട് നഷ്ടപ്പെട്ട 10 ഭവനങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുവാനും സഹൃദയയുടെ നേതൃത്വത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത പരിശ്രമിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങൾ വളരെ വിജയകരമായിട്ട് മാനന്തവാടി രൂപതയുമായി സഹകരിച്ച് വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നു വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഭവനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവനമേകുവാനായി അതിരൂപതയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇടവകൾ ചേർന്ന് കൈകോർക്കുമ്പോൾ 17 ഭവനങ്ങൾക്കാണ് അവിടെ താങ്ങും തണലുമായി അവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിക്കുക. ഇതിന് സഹകരിച്ച എല്ലാ ഇടവകളെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ഘട്ടങ്ങൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ തന്നെ ഭവനങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അവിടെ കയറി താമസിക്കുവാനായിട്ട് എല്ലാ ഭവനങ്ങൾക്കും അനുഗ്രഹം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവരോടൊപ്പമായിരിക്കാം. നൽകിയ സംഭാവനകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈ നിർമ്മാണ ഘട്ടങ്ങളിൽ അതിരൂപതയുമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ട് സഹൃദയമായി സഹകരിച്ചുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിച്ചു വരുന്നതിനും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഈ നല്ല ഉദ്യമത്തിൽ പങ്കുചേർന്നതിന് പ്രത്യേകമായിട്ട് അതിരൂപതയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു.